ഹലോ അച്ചു നമസ്തേ വെൽക്കം ബാക്ക് ടു എജു പോഡ്. വരാൻ പോകുന്ന ആനുവൽ എക്സാം ഹിന്ദിയിൽ 6 മാർക്ക് വളരെ സിമ്പിളായിട്ട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ എന്തായാലും പഠിച്ചു വെച്ചോളൂ. അനുവാദ് കർണജോ ട്രാൻസ്ലേറ്റ് ചെയ്യുക, എങ്ങനെ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് എന്തായാലും ചോദ്യപേപ്പറിൽ ഇംഗ്ലീഷിലുള്ളത് ഹിന്ദിയിലേക്ക് മാറ്റാൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകുന്ന തന്നെയാണ് അല്ലേ. ഇംഗ്ലീഷിൽ കുറച്ച് എന്താണ്, ഒരാളുടെ പേര് രോഹൻ, ഹൗ ആർ യു, ഏതെങ്കിലും മോഹൻ, ഐ ആം ഫൈൻ താങ്ക് യു. രോഹൻ വേർ ആർ യു ഗോയിങ്, മോഹൻ ഐ ആം ഗോയിങ് ടു ടൗൺ. സോ ഇങ്ങനത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിലെ കുറച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരും, നിങ്ങൾ അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ എങ്ങനെ നല്ല രീതിയിൽ ഒരു എഫക്റ്റീവ് ആയിട്ടൊരു ട്രാൻസ്ലേഷൻ അനുവാദ് ചെയ്യാമെന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6 മാർക്ക് വളരെ ഷുവറായിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പോർഷൻ തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ക്വിക്കായിട്ട് 6 മാർക്ക് എങ്ങനെ വാങ്ങിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് അനുവാദ് की जो प्रक्रिया होता है ना, ट्रांसलेशन इज द ट्रांसलेशन ऑफ ट्रांसलेशन നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. സോ അനുവാദ് എന്ന് പറയുന്നത് പാരാഫ്രൈസ് ഉണ്ട്, മെറ്റാഫ്രൈസ് ഉണ്ട്, അത് വേറെ തന്നെ. വിവർത്തന പ്രക്രിയ എന്ന് പറഞ്ഞത് വളരെ വ്യത്യസ്തവും സങ്കീർണ തലം കൂടിയാണ്. പക്ഷേ നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചോദ്യപേപ്പറിൽ മാർക്ക് വാങ്ങുക എന്നൊരു കാര്യത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ പിന്നീട് ഫ്യൂച്ചറിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എങ്ങനെയാണ് ഹിന്ദിയിലേക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് ആ ഒരു വിവർത്തന പ്രക്രിയയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. तो बच्चों വെൽക്കം ബാക്ക് ടു എജു പോഡ് അഗൈൻ. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ്. റെഡി അല്ലേ? റെഡി. സോ ആദ്യം ഇതുപോലെ ഉണ്ടാവുക, निम्नलिखित अंग्रेजी संवाद का हिंदी में जो क्या होता है अनुवाद करें എന്ന രീതിയിൽ. हिंदी में जो निम्नलिखित जो हमारे जो मिला है जो अंग्रेजी संवाद ഇംഗ്ലീഷ് കോൺവെർസേഷൻ എന്തിലാണ് ഹിന്ദി में जो अनुवाद करें, ഹിന്ദിയിലേക്ക് എന്ത് ചെയ്യാൻ പറയുകയാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ആരാണുള്ളത്, റിയ പറയാണ് എന്താണ്, ഗുഡ് മോർണിംഗ് ടീച്ചർ. അപ്പോൾ ടീച്ചർ പറയാണ് എന്താണ്, ഗുഡ് മോർണിംഗ് റിയ, വേർ ആർ യു ഗോയിങ് എന്നാണ്, എവിടത്തേക്കാണ് പോകുന്നത്. റിയ പറയുന്നു ഐ ആം ഗോയിങ് ടു ദ ലൈബ്രറി എന്നാണ് പറയുന്നത്. ടീച്ചർ പറയുന്നു ഡു യു ഹാവ് ക്ലാസ് ഇൻ ദ ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ടോ എന്നാണ്, ക്ലാസ്സിൽ വരാനായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, റിയ പറയുന്നു നോ മാഡം വി ഹാവ് നോ ക്ലാസ് ടുഡേ. സോ ടീച്ചർ പറയുന്നു ദെൻ ഐ വിൽ കം ടു യുവർ ക്ലാസ് ടുമാറോ. അങ്ങനെയാണോ, എന്നാൽ പിന്നെ ഞാൻ നാളെ നിന്റെ ക്ലാസ്സിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇംഗ്ലീഷ് കോഴ്സ്. ഇതുപോലെ നിങ്ങൾക്ക് എന്തായാലും തിരഞ്ഞെടുക്കും. എത്ര ഉണ്ട്, 1 മാർക്ക്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ 1 മാർക്ക്, ഇത് കഴിഞ്ഞാൽ 1 മാർക്ക്, ഇത് ചെയ്താൽ 1 മാർക്ക്, ഇത് ചെയ്താൽ 1 മാർക്ക്, ഇത് ചെയ്താൽ 1 മാർക്ക്, ഇത് ചെയ്താൽ 1 മാർക്ക്. മൊത്തം നിങ്ങൾക്ക് എന്താണ് 6 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, 6 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയൊരു അവസരം തന്നെയാണ്, മിസ് ചെയ്യരുത്. സോ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ അനുവാദം എന്നതിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു സെന്റൻസ് സ്ട്രക്ചറിലേക്കാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സോ ഇംഗ്ലീഷ് തന്ന് ഹിന്ദിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മിസ്റ്റേക്സ് പറ്റാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും, നിങ്ങൾ ഇതുവരെ പഠിച്ചോ എന്ന് അറിയത്തില്ല, ഇംഗ്ലീഷ് ഒരു സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ്. സോ ഇംഗ്ലീഷിൽ ഏറ്റവും ബേസിക്സ് തന്നെ, ഒരുപാട് അഡ്ജക്റ്റീവും ഒരുപാട് നമുക്കറിയാം ആഡ്വർബ് അഡ്ജക്റ്റീവ് ഒക്കെ കയറുന്നുണ്ട്. അതൊന്നുമല്ല, വളരെ ബേസിക് ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, തൊട്ടിപ്പുറത്ത് ഒരു സ്ട്രക്ചർ എടുക്കാം. തൊട്ടിപ്പുറത്ത് എന്താണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ഗോയിങ് ടു ദ ലൈബ്രറി അല്ലെ, ഐ ആം ഗോയിങ് ടു ദ ലൈബ്രറി. അത് നമുക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം, ഐ ആം ഗോയിങ് ടു ടൗൺ എന്ന് എടുക്കാം. സോ ലൈബ്രറി മാറ്റിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഐ ആം ഗോയിങ് ടു ടൗൺ. ഓക്കെ, ഐ ആം ഗോയിങ് ടു ടൗൺ എന്ന് എടുക്കാം. സോ ഐ ആം ഗോയിങ് ടു ടൗൺ എന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഒരു വളരെ ബേസിക് ഇംഗ്ലീഷ് സ്ട്രക്ചറാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. സോ ദർ ഇസ് എ സബ്ജക്ട് റൈറ്റ്. സോ നമുക്ക് എന്താണ് ഇവിടെ ഒരു സബ്ജക്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ സബ്ജക്ട് റൈറ്റ്, സബ്ജക്ട് ഈസ് ദർ. സോ അടുത്ത് എന്താണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഗോയിങ് ടു എന്നാണ്. ഗോയിങ് ടു എന്ന് പറയുന്നതാണ് പോകുന്നതാണ്, പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ നമുക്ക് എന്താണ് ഒരു വെർബ് കാണാൻ സാധിക്കുന്നുണ്ട്, ക്രിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹിന്ദിയിൽ ക്രിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വെർബാണ് അല്ലെ, വെർബാണ്, ആക്ഷൻ വെർബാണ് റൈറ്റ്. സോ ടൗണിന് എന്ത് നമുക്ക് പറയാം, ടൗണിന് നമുക്ക് എന്താ പറയാം, ഷഹർ എന്ന് പറയാം. സോ ഷഹർ എന്നാണ്, ഷഹർ എന്ന് പറയാം. അവിടെ നിന്നാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, ഷഹർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് ബാജാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ പറയാം അല്ലെ, മാർക്കറ്റ് നമുക്ക് എടുക്കാം, ബാസാർ, മാർക്കറ്റ്. സോ ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഫിഷ് ഒക്കെ വാങ്ങാനും എന്തൊക്കെ വാങ്ങാനും കൂടിയാണ് അല്ലെ പോകുന്നത്. മാർക്കറ്റിൽ നമ്മൾ പോകാറുണ്ട് അല്ലെ, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, പലചരക്കുകൾ, കൊമോഡിറ്റീസ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് എവിടെയാണ്, ബാസാറിലാണ് പോകുന്നത്. സോ മാർക്കറ്റാണ് പോകുന്നത്. എവിടെയാണ് നമ്മൾ പോകുന്നത്, ഒബ്ജക്റ്റ് ആണ്. എവിടെയാണോ പോകുന്നത് അവിടെ ഒബ്ജക്റ്റ്, എവിടെയാണോ പതിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയും. സോ ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്നാണ് സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് ആണ്. പക്ഷേ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയേ. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടത്തേക്ക് പോകുന്നു എന്നാണ്, ഞാൻ മാർക്കറ്റിലേക്ക് എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലെ. ഞാൻ മാർക്കറ്റിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു.
ഓക്കെ റെഡി അല്ലേ? സോ ഞാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ സബ്ജക്ട് മാറിയിട്ടില്ലല്ലോ. സോ സബ്ജക്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, സബ്ജക്ട് ഈസ് ദർ. മറിച്ച് മാർക്കറ്റ് എന്ന ഒബ്ജക്റ്റ് എവിടത്തേക്ക് വന്നിട്ടുണ്ട്, അടുത്തതായിട്ട് വന്നു. സോ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, SO ആയി മാറിയിട്ടുണ്ട്. സോ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് എന്താണ്, വെർബാണ് അല്ലെ. ഗോയിങ് ടു എന്നത് എന്തായിട്ടുണ്ട്, അവസാനമായിട്ട് മാറിയിട്ടുണ്ട്. സോ SOV എന്ന സ്ട്രക്ചറിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറുന്ന സമയത്ത് എല്ലാവരും ഡൗട്ട് ആവുന്ന ഒരു കാര്യമാണല്ലേ. പക്ഷെ നമുക്ക് എന്താണ്, യൂസ്ഡ് ആൻഡ് ഏകദേശം ക്ലിയർ ആണ്. ഈ ഒരു ഫോർമേഷൻ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മൾ അതിലേക്ക് വന്നിട്ടുണ്ട്. സോ പക്ഷേ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് മദർ ടങ് ആണ് മലയാളം. പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചു വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നമുക്കത് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു മാറ്റം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതേ മാറ്റം തന്നെയാണ് നിങ്ങൾ ഹിന്ദിയിലേക്ക് പോകുന്ന സമയത്ത്. പെട്ടെന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റാവുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. സോ ആ ഒരു സ്ട്രക്ചർ മാറ്റം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നേരെ പക്ഷെ എന്താണ്, പക്ഷെ നമുക്ക് എന്താണ് ഇവിടെ എന്താണ്, ഞാൻ മേ ആണ് അല്ലെ, മേ എന്നാണ് പറയാം, മേ ആണ്. സോ മേ ബാജാർ, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബാജാർ ആണ്. സോ മേ ബാജാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, ജാ രഹാ ഹൂ എന്നല്ലേ, ജാ രഹാ ING വരെ രഹ മേ ആയതുകൊണ്ട് ഹുമ്മിൽ അവസാനിച്ചു വർത്തമാന കാലത്തിൽ. സോ ജാ രഹാ ഹൂ, മേ ജാ രഹാ ഹൂ, മേ ബാജാർ ജാ രഹാ ഹൂ, മേ ബാജാർ ജാ രഹാ, ഞാൻ ബാജാറിലേക്ക്, ഞാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സോ അവിടെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ്, ഇംഗ്ലീഷിൽ നിന്ന് നേരെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഇംഗ്ലീഷിൽ നിന്ന് നേരെ എന്ത് ചെയ്യരുത്, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ചെയ്ത പോലെ നിങ്ങൾക്ക് എളുപ്പമാണ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റാൻ അല്ലേ, മലയാളത്തിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇനി മലയാളത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് വരണം. ദാറ്റ് ഈസ് ദ റൈറ്റ് വേ. ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ് റൈറ്റ് വേ. നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. നിങ്ങൾ ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് ഒന്ന് പെൻസിൽ വെച്ച് നിങ്ങൾ ചോദ്യപേപ്പറിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഡൗട്ട് ഉള്ളത്, പിന്നീട് ഇറേസ് ചെയ്ത് കളയുകയും ചെയ്യാം അല്ലേ. ചോദ്യപേപ്പറിൽ എഴുതരുതെന്ന് ടീച്ചേഴ്സ് പറയാറുണ്ട് അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് നിങ്ങളെ ആൻസർ ഷീറ്റിലേക്ക് എഴുതുന്ന സമയത്ത് നേരെ തർജ്ജമ ചെയ്തിട്ട് ഹിന്ദിയിലേക്ക് മാറ്റിയാൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, ട്രാൻസ്ലേഷൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് മാറ്റാതെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പോയിട്ട് മലയാളത്തിലേക്ക് ഹിന്ദിയിലേക്ക് മാറ്റി നോക്ക്. വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്നതിനായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ഇത് പുതുതായിട്ടാണ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് ഫയർ ഇട്ടെ. എത്രമാത്രം യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്നത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സോ നമുക്ക് നേരെ ആ ട്രാൻസ്ലേഷൻ പ്രക്രിയ ഒന്ന് നോക്കിയാലോ. സോ ട്രാൻസ്ലേഷൻ പ്രക്രിയയിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ്, നമസ്തേ ടീച്ചർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, നമസ്തേ ടീച്ചർ, നമസ്തേ റിയ, തും കഹാ ജാ രഹി ഹോ, വേർ ആർ യു ഗോയിങ്. അതിനുശേഷം മേ പുസ്തകാലയ മേ ജാ രഹി ഹൂ, മേ പുസ്തകാലയ മേ ജാ രഹി ഹൂ. മാറിയില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരെ ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് മാറ്റിയിട്ട് മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയേ, വളരെ ഈസി ആയിരിക്കും. അതുപോലെ നിങ്ങൾ ശരിക്കും എനിക്ക് വൊക്കാബ്സ് ഒന്ന് ചില ലെക്സിക്കൽ റിസോഴ്സസ് വരുവാണെങ്കിൽ മേ ബി കുറച്ച് വേർഡ്സ് ഒന്നും അർത്ഥങ്ങൾ അറിയത്തില്ല അല്ലെ സർ, ക്യാ ബോൾത്തെ, ഈ ഇംഗ്ലീഷിനൊന്നും അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ ഹിന്ദിയിലേക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ല. മലയാളത്തിലേക്ക് അറിയാം പക്ഷേ ഹിന്ദി അറിയത്തില്ല. പക്ഷേ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൊട്ട് താഴത്തിന് എന്താണ്, തൊട്ട് താഴത്തിന് ഈ ചോദ്യത്തിന് അടിയിൽ തന്നെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കുറച്ച് ടഫായിട്ടുള്ള വേർഡ്സിൻ്റെ ആ ഒരു മീനിങ് തന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതെന്ത് ചെയ്യാൻ സാധിച്ചാൽ മതി, ആ ബ്രാക്കറ്റിൽ നിന്ന് പിക്ക് ചെയ്ത് എടുത്താൽ മാത്രം മതി. അതിനെന്ത് ചെയ്യുന്ന റൈറ്റ് പൊസിഷനിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. ഒന്ന് രണ്ടെണ്ണം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അത്രയും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതന്നെയാണ്. സോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ താഴത്ത് നോക്കാതെ തന്നെ മുകളിലത്തെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അതിന്റെ ട്രാൻസ്ലേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നോക്കുക. താഴത്തെ തല ഒന്ന് നോക്കുക. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്, മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വർത്തമാന കാലത്തിലാണെങ്കിൽ, സെന്റൻസ് വർത്തമാന കാലത്തിലാണെങ്കിൽ എപ്പോഴും ഈ ഒരു ഹായുടെ ഫോർമാറ്റിൽ നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഹായുടെ ഫോർമാറ്റിൽ എന്താണ്, ഹേ ആയിരിക്കാം. സിംഗുലർ ആണെങ്കിൽ ഹേ, പ്ലൂരൽ ആണെങ്കിൽ എന്താണ്, ഹൈം ആയിരിക്കും. ഓക്കെ, തും ആണെങ്കിൽ എപ്പോഴും ഹോലാണ്, മേ ആണെങ്കിൽ ഹുമ്മായിരിക്കും. ഇതാണ് വർത്തമാന കാലത്തിൽ. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഈ രീതിയിലാണ് സെന്റൻസ് അവസാനിപ്പിക്കുക എന്നൊരു കാര്യം നിങ്ങൾക്ക് നോട്ട് ചെയ്യാം വർത്തമാന കാലത്തിൽ. മറിച്ച് പാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, ഗയാ ഹെന, ഗയാ ഗയാ ആ വെച്ച് അവസാനിക്കും. ഗയി ഫീമെയിൽ ആണെങ്കിൽ ഓക്കെ, ഗയേ പോയി, ഇതൊക്കെയാണ് പാസ്റ്റിൽ വരും. അല്ലെങ്കിൽ എന്താണ്, ജാത്താ ഥാ, ലിഖ്താ ഥാ, തീ ഓക്കെ, തീ. അടുത്തെന്താണ്, തേ. അതൊക്കെയാണ് എന്താണ്, താ ती ഓക്കെ, പഠിത്തേ ഥേ, ഹം പഠിത്തേ ഥേ. ഈ രീതിയിൽ താല് അവസാനിക്കുന്നതാണ് ഈ പാസ്റ്റ് ആണെങ്കിൽ. ഇത് രണ്ടുമാണ് ഈ പാസ്റ്റിന്റെ ഫോർമാറ്റിൽ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ടത്. പാസ്റ്റ് ആണെങ്കിൽ ഈ രീതിയിലാണ് അവസാനിക്കുക. സോ ഗയ, മേ ഗയ, ഞാൻ പോയി. ഓക്കെ, യെസ്, ആ രീതിയിലാണ്. മെനെ ജോ മെനെ ഗൈ, മെനെ തോ മെനെയാണ്. കാരണം നേ വരുന്നതുകൊണ്ട് തന്നെ പാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് മേ നേയിലേക്ക് മാറും. നേ നമ്മൾ പഠിച്ചതാണ്. സാമാന്യ ഭൂതകാലത്തിലേക്ക് വരുമ്പോൾ നേ പ്രത്യേകം അവിടെ ആഡ് ആവുന്ന ഒരു കാര്യം നിങ്ങൾ അറിയുന്നതാണ്. സോ എന്താണ്, സോ ठीक है, എന്താണ് ആ രീതിയിൽ വരും. ഓക്കെ, യെസ്. സോ അടുത്തെന്താണ്, ഫ്യൂച്ചർ ആണെങ്കിൽ ഗാ ഗേ ഗീലാണ്. ഗാ ഗേ
ഗീയിലാണ് എന്താണ് ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ സെന്റൻസ് അവസാനിക്കുക ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് കാരണം മേ जाऊंगा मैं जाऊंगा हम जाएंगे वह जाएगा ഫീമെയിൽ ആണെങ്കിൽ വഹ് ജായേഗി ഇതുപോലെ ഗാ ഗേഗി ഫോർമാറ്റിലാണ് ഫ്യൂച്ചറിലേക്ക് പോകുന്നത് സോ സെന്റൻസിന്റെ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുന്നു അതിനെ നല്ല രീതിയിൽ തർജ്ജമ ചെയ്യുന്നു നിങ്ങൾക്ക് എന്തായാലും സാധിക്കുന്നതാണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അധികം ടെൻഷൻ ഒന്നും അടിക്കണ്ട ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി വർത്തമാനകാലത്തിലും പാസ്റ്റിലും ഫ്യൂച്ചറിലെ സെന്റൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസം മാത്രമാണ് അധികം പേടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ വിവർത്തന പ്രക്രിയ നിങ്ങളിത് പ്രാക്ടീസ് എന്തായാലും ചെയ്യണം ഓക്കെ മറ്റേതൊക്കെ ഞാൻ പറയുന്ന പോലെ തന്നെയാണ് ഇത് നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 6 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ വളരെ സിമ്പിളായിട്ട് 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം എന്താണ് ഈ ഗുഡ് മോർണിംഗ് ഇങ്ങനത്തെ ചോദിച്ചതാണ് സുപ്രഭാത് എന്ന് എഴുതിയാൽ തന്നെ അവിടെ 1 മാർക്കായി അവിടെ പ്രശ്നമില്ല അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓരോ മാർക്കും അങ്ങനെ ഓരോ സെന്റൻസ് ഓരോ ആളുടെ ഇത് കറക്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഓരോ മാർക്ക് നേടുന്നതും 6 മാർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ് കൺസെപ്റ്റ് റെഡി അല്ലേ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി ഈ മുകളിലത്തെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം അതുപോലെ താഴത്തെ ഭാഗം ഒന്നും നോക്കരുത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് കറക്ഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി 1 2 3 ഇതുപോലത്തെ ട്രാൻസ്ലേഷൻസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മാറ്റാൻ സാധിക്കുന്നതാണ് 6 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് റെഡി അല്ലേ സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ അധികം ഡീറ്റെയിൽ ആയിട്ട് പോയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതൊന്നും മാറ്റിയേക്കാം നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി അല്ലാത്തത് ഒഴിവാക്കിയേക്കാം സോ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് മനസ്സിരുത്തുവാണെങ്കിൽ ഈസി ആയിട്ട് ഇത്ര വലിയ റൂളൊന്നും പഠിക്കാതെ തന്നെ ഈസി ആയിട്ട് 6 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് പക്ഷേ നിങ്ങളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി സോ സിർഫ് ഇത്ര കത്തെ ഹുയെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് ഒന്ന് ലൈക്ക് അടിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം എല്ലാവരും ഒന്ന് പഠിച്ചോട്ടെ സോ ठीक है बच्चों मिलते हैं अगली वीडियो में सब तक के लिए धन्यवाद जय हिंद एंड थैंक यू